ഹായ് ഫ്രണ്ട്സ് വരട്ടെ അപ്പോൾ ചേട്ടൻ അങ്ങോട്ട് ഓടി കളിക്കുക ചേട്ടനെ പിടിച്ച് കയറുന്നു എന്തിനാ മോനെ പിടിക്കുക ഞാൻ കുറച്ച് കളിക്കാണ് ഫുട്ബോൾ കളിക്കാണോ അല്ല ബാറ്റ് ബോൾ കളിക്കുമ്പോൾ എന്താടി പറയണേ ആ എൻ്റെ കയ്യിൽ എന്താ ഉള്ളു ഒരു ഫുട്ബോളും പിന്നെ ബാറ്റ് ഇത് വെച്ച് എന്താ ചെയ്യുക ഇല്ലടി ഞാൻ പുതിയൊരു ഗെയിം കണ്ടുപിടിച്ചതാ ആര് ഇവനാ ഷുഗയിൽ കണ്ടുപിടിച്ചതാ ഇറയ്ക്ക് ചൊടി വന്ന് ടെൻഷനായി മണ്ട കൊരുട്ടി അയ്യോ എൻ്റെ മൂക്ക് ഒടിച്ചേന്ന് ചേട്ടാ നിനക്ക് മൂക്കല്ല തല ഒടിച്ച അയ്യോ നീ തലലടി തല മൂക്കിന് ബഗ്ഗിയായിരുന്നു മൂക്കിന് കുത്തിയായിരുന്നു ബഗ്ഗിയിട്ടുണ്ടായിരുന്നു ഹീറോയിൻ്റെ ചേട്ടന് അങ്ങനെ മൂക്കൊക്കെ ഒരു കുത്ത് അതൊക്കെ അറിയാമായിരുന്നു ഹീറോയിൻ്റെ അമ്മ ഓടി വന്നു എന്താ ഇതാ ചെയ്തത് ഇല്ലേ ചേട്ടൻ ലൂസ് പിടിച്ച് ചേട്ടൻ ഞാൻ പറഞ്ഞ കേക്കില്ല എനിക്ക് വേണോ എന്ന് വാശി പിടിക്കായിരുന്നു എന്താ വേണോ എനിക്ക് ഐസ്ക്രീം വേണോ എന്ന് വാശി പിടിക്കുക ക്യൂട്ടായിട്ട് റിയാക്ഷനും കാട്ടായിരുന്നു അതെ ഈ ഫോട്ടോയിൽ കാണുന്ന മാതിരി ഹീറോയിൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹീറോയിൻ വാശി പിടിക്കുന്ന ചേട്ടൻ തല കെട്ടി വെച്ചായി ഛേ ഇവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്യാം അതെ കുറച്ച് ദൂരായ ഇത് പോവാം മുറുക്കിട്ടോ എന്ന് പറഞ്ഞായിരുന്നു തന്നോട് മുറിക്കാന്ന് വെച്ചാൽ നിന്നെ ഈ മുറുക്കിനെ ആ ചേട്ടാ നീ പറഞ്ഞു ഞാൻ മുറുക്കിടാതെ വീഴും പോകുന്നത് നീ മറ്റാരോടൊക്കെ പറഞ്ഞു എൻ്റെ മൂക്കിന് ഞാൻ ഒടുക്കും എന്ന് വീണ്ടും ഒരു റിയാക്ഷൻ കട്ടിയായിരുന്നു ഹീരോയിൻ്റെ ഫ്രണ്ട് ഫാത്തിമ വന്നായിരുന്നു ഫാത്തിമ പറയുന്നത് ചേട്ടാ ഞാനും നീയും മുറുക്കിടാതെ ചേട്ടാ ഇവിടെ തന്നെയല്ലേ ചേട്ടാ പോകുന്നത് കുറച്ച് അങ്ങനെ ഹീറോയി പറഞ്ഞ എല്ലാ പ്ലാൻ സക്സസ് ഉണ്ട് എന്ന് പറയായിരുന്നു രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടനും അതെ ആ പ്ലേസിലേക്ക് വന്നായിരുന്നു അതെ PTS മെമ്പറുള്ള പ്ലേസിലാണ് ഹീറോയിൻ അകത്ത് പോകുന്നു പക്ഷേ ടിക്കറ്റ് വേണോടെ മറന്നു നമുക്കാണല്ലേ ദൂരം നോക്കാം അവർ വെളിയിൽ വരുന്നതല്ലേ കാണും ഇതെല്ലാം ഇതെല്ലാം കഴിഞ്ഞു ആ പാട്ടെല്ലാം കഴിഞ്ഞു അങ്ങനെ ഒരു കണ്ടത് വെളിയിൽ വരാൻ തുടങ്ങി ഒരു ബോണ്ടിൽ ബ്ലാക്ക് കാർ ഉണ്ടായിരുന്നു ആ കാറിനായിട്ട് രണ്ടുപേർ ടച്ച് ചെയ്തായിരുന്നു ഇനി ഒളിച്ച് നോക്കായിരുന്നു അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ ഐസ്ക്രീം ഓർഡറാൻ പോയായിരുന്നു അങ്ങനെ വെളിയിൽ ഇങ്ങനെ ഓരോ നാൾ വന്നായിരുന്നു അങ്ങനെ ജിമ്മിന് വെളിയിൽ വന്നായിരുന്നു വി വന്നു ജിമ്മിന് ഫാത്തിമ വീനയ്ക്ക് മൊത്തം ഫ്ലാറ്റായി ഓഹോ റിയല് കാണാൻ ഹാൻസം TV ഫോണിലെല്ലാം കാണുമ്പോൾ ഹാൻസം ഇട്ടിട്ട് റിയല് വാ വാട്ട് ഹാൻസം ബോയ് അത് ജോളിൽ വിട്ട് ഫാത്തിമ നോക്കായിരുന്നു ഫാത്തിമ ജങ്കുക്കിനെ കാണുന്നില്ലെന്ന് ജങ്കുക്ക് തിരിഞ്ഞു നോക്കും ഫാത്തിമ വായിൽ വെച്ച് ജൊള്ളി വിട്ടായിരുന്നു മണ്ടക്കുരടിച്ച് മച്ചേ അവിടെ നോക്ക് ജങ്കുക്ക് വന്നു ജങ്കുക്ക പിന്നെ നമ്മളെ കഥ നായിക തിരിഞ്ഞു നോക്കുക അതെ ജങ്കുക്ക് നല്ല സ്റ്റൈലായിട്ട് സ്മൈൽ ചെയ്തിട്ട് വരായിരുന്നു ജങ്കുക്ക് നടന്നാണ്ട് വരായിരുന്നു അവിടെ കുറച്ച് ഫാൻസ് ഉണ്ടായിരുന്നു അതെ ജങ്കുക്ക് മാസ്ക് ഒന്നും ഇടാതെ നല്ല സ്റ്റൈലായി ഫോട്ടോ എത്തി മാറി സ്മൈൽ ചെയ്ത് ജങ്കുക്ക് വരായിരുന്നു അങ്ങനെ ഹീറോയി ആന്ന് നോക്കുമായിരുന്നു ഇതിനാണ് ബൈക്കും മണ്ടയ്ക്ക് കുത്തി ഹീറോയിൻ്റെ മണ്ട കുത്തി എന്നിട്ട് നീ എനിക്ക് മണ്ട കുത്തി അതേപോലെ എനിക്ക് ചെയ്ത് പൊടി എന്ന് പറയായിരുന്നു അപ്പോൾ ജങ്കുക്കിന് ഹീറോയിൻ നോക്കി സൈറ്റ് അടിച്ച് ചേട്ടനോട് പോയി വാടി നമ്മൾ ചേട്ടൻ അതാ ചേട്ടൻ ഇവിടെ ചേട്ടൻ വിളിക്കാം അങ്ങനെ പോയായിരുന്നു ജങ്കുക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ ജങ്കുക്ക് പോയായിരുന്നു വണ്ടിയിൽ കയറിയായിരുന്നു അങ്ങനെ വണ്ടി അവിടെ സംസാരിക്കായിരുന്നു ജങ്കുക്ക് അങ്ങനെ കാറെടുത്ത് പോകാനും ജങ്കുക്ക് ഐസ്ക്രീമിനൊക്കെ ഷോപ്പ് കണ്ടായിരുന്നു ജങ്കുക്ക് തിരിഞ്ഞിട്ട് ജുമിനോട് പറയുന്നു ഐസ്ക്രീം എങ്ങടാ എന്ന് പറയായിരുന്നു എടാ ഐസ്ക്രീം എന്നാ പറയായിരുന്നു ജങ്കുക്ക് ഐസ്ക്രീം ഓർഡർ ഡ്രൈവർ പറഞ്ഞു സാർ എനിക്ക് ഐസ്ക്രീം വേണം അവനെ എല്ലാവരും ഓർഡർ ചെയ്തായിരുന്നു ശരി സാർ ഞാൻ കൊണ്ടുവരാമെന്ന് അതിൻ്റെ കാർ ഒരു വലിയ കാർ അതിൽ ഫ്രിഡ്ജ് ഒരു വാൻ മതി മിനി വാൻ പറഞ്ഞ ഒരു വലിയ വാൻ അതിൽ എല്ലാം ഉണ്ട് അത് മാത്രമല്ല റെസ്റ്റ് എടുക്കാൻ ബെഡുണ്ട് എല്ലാം ഉണ്ട് ഒരു വാൻ വലിയൊരു വാൻ അതിന് മാത്രം ഫ്രിഡ്ജും ഉണ്ട് ഐസ്ക്രീം വേണം കൊണ്ട് ശരി സാർ ഞാൻ കൊണ്ടുവരുന്നത് ആ ഡ്രൈവർ ഇറങ്ങിപ്പോയായിരുന്നു ജങ്കൊക്കെ യഥാർത്ഥം നോക്കുക ഹീറോ ഐസ്ക്രീം എടുത്തോണ്ട് ഇങ്ങനെ വാശിയോട് തല്ലാക്കിയിട്ട് വരുന്നതാണ് ജങ്കൊക്കെ യഥാർത്ഥം നോക്കുക ഹീറോയിനെ നോക്കിയായിരുന്നു മൊത്തത്തിൽ ഫ്ലാറ്റായി ജങ്ക വായി വന്ന് നോക്കായിരുന്നു അപ്പോൾ ഹീറോയിൻ സ്മൈൽ സംസാരിച്ചായിരുന്നു ജങ്കൊക്കെ ഹീറോയുടെ ഫോട്ടോ എടുത്ത് അതുമാത്രമല്ല ജങ്കൊക്കെ എന്താ നോക്കുന്നതെന്ന് ജിമ്മിന് ഓഹോ ഇത് വെച്ച് കളിയാക്കാം അങ്ങനെ ഹീറോയിനെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയായിരുന്നു ഹീറോയിൻ ഇങ്ങനെ ഐസ്ക്രീമിന് കഴിക്കുമായിരുന്നു ജങ്കൊക്കെ നോക്കായിരുന്നു അപ്പോൾ കൃഷി വന്നായിരുന്നു കൃഷി ഇങ്ങനെ ഹീറോയ്ക്ക് വീട് എന്നപ്പുറത്ത് തിരിച്ചായിരുന്നു ജങ്കൊക്കെ അതിൽ ശ്രദ്ധിക്കുമായിരുന്നു ഹീറോ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നൊക്കെ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു എൻ്റെ പുറകെ നടക്കാൻ കൃഷി ടോർച്ച് ചെയ്തായിരുന്നു അപ്പോൾ ടോർച്ച് ചെയ്തുമ്പോൾ ഹീറോയ്ക്ക് ടെൻഷനായി വഴക്ക് പറയാതെ തുടങ്ങിയാണ് ഇതും കണ്ട് ഫാത്തിമ ചിരിക്കായിരുന്നു അവൾക്ക് വഴക്ക് പറയുന്നത് അപ്പോൾ ഒരു ബോയ് വന്നായിരുന്നു എസ്കിമി എന്ന് പറയായിരുന്നു എസ്കിമി എന്താ അവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചായിരുന്നു ഒരു ബോയായിരുന്നു ആ കൃഷി തിരിഞ്ഞ് നോക്ക് കൃഷിക്ക് പേടിയായിരുന്നു അയ്യോ ഇതെന്താ ഇത്ര ടെറർ പീസ് മാതിരി ഉണ്ടെന്ന് മുറിച്ച് നോക്കായിരുന്നു അങ്ങനെ മുറയ്ക്കായിരുന്നു ഹീറോയെ നോക്കാണ് ഇവനൊക്കെ എന്ത് പറ്റി ഇങ്ങനായിട്ട് ഇങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് തിരിഞ്ഞ് നോക്കിയായിരുന്നു
ഫ്രണ്ടൊക്കെ ഷാക്കായിരുന്നു. വാടി നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെയായിട്ട് വെളിയിൽ വന്നു. അങ്ങനെ അതിനെ പിടിച്ചു. എന്താണ് നിനക്ക് ഗേൾസിനെ കാണാൻ കുത്താൻ തുടങ്ങിയത്. കുത്തായിരുന്നു. സോറി സാർ, സോറി സാർ. എന്താടാ എൻ്റെ അനിയത്തിൻ്റെ പുറകിൽ നടക്കോ, ഇന്നട വെച്ചോ എന്ന് കുത്തുകയാണ്. ജങ്കൊക്കെ കണ്ണടി നോക്കി ഷാക്കായിരുന്നു. ജിമ്മിന് ചിരിക്കായിരുന്നു. എന്ത് പറയുന്നു മനസ്സിലാവില്ല. ജങ്കൊക്കെ എന്നോട് ജിമ്മിന് പറഞ്ഞു ഒരുപാട് അവൾ ബോയ് ഫ്രണ്ട് ആയിട്ടിരിക്കും. ജങ്കൊക്കെ ഒരു വീട് ചേഞ്ച് ആയിരുന്നു. അങ്ങനെ ചേഞ്ചായി പോയിരുന്നു. ജങ്കൊക്കെ ഒരു മനസ്സിലായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ ജോളിയായിട്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കായിരുന്നു. അപ്പോൾ ജങ്കൊക്കെ ഒരു ഐഡിയ വന്നായിരുന്നു. അവിടെ ഒരു ബോയ് ഉണ്ടായിരുന്നു. അതെ, ഒരു ബോയ് വന്നായിരുന്നു. ഇങ്ങനെ നടന്നുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ ജങ്കൊക്ക് ആ ബോയിനെ വിളിച്ചായിരുന്നു. രാഹുൽ, ബോസ് എന്ത് ബോസ്? രാഹുൽ പറഞ്ഞ അവിടെ കമ്പനി പറഞ്ഞ ഒരു ഐഡൽ കമ്പനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കമ്പനിയിൽ ജോലി ചെയ്യുന്ന നീന് ലാംഗ്വേജ് എന്താ? സാർ എനിക്ക് ഓൾറെഡി ലാംഗ്വേജ്. എനിക്ക് എത്ര ലാംഗ്വേജ് പറയും? സാർ എനിക്ക് ലാംഗ്വേജ് എനിക്ക് ഇതെല്ലാം ലാംഗ്വേജ് പറയും. അപ്പോൾ ആ കുട്ടി എന്ത് സംസാരിച്ചാ? സാർ ഇത് മുംബൈ സാർ. ഓക്കെ, നീ പോയിട്ട് വാ. എന്താ അവർ സംസാരിക്കുന്നത് മനസ്സിലായി? ശരി സാർ, പോയി വരാ. ഇനി അവിടെ പോയി അങ്ങനെ ഹീറോയി സംസാരിക്കുന്ന ലാംഗ്വേജ് മനസ്സിലായി. ഓക്കെ സാർ എന്ന് തിരിച്ചു ഓടി വന്നു. സാർ അവർ മലയാളിയാണ് സാർ. എന്ന് മലയാളിയാ? സാർ ഞാനും മലയാളിയാണ് സാർ. ഓ അപ്പോൾ ഈസി. അപ്പോൾ നീ എനിക്ക് അവളുടെ ഫുൾ ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞു. അതായത് ശരി സാർ എന്ന് പറഞ്ഞാൽ അപ്പം ജിമ്മിന് കേൾക്കായിരുന്നു. എങ്ങനെടാ അവനിക്കും എങ്ങനെ അറിഞ്ഞാൽ? ജങ്കുക്ക് പറയായിരുന്നു. ഞാൻ ഫോട്ടോ കൊടുത്ത് ഫോട്ടോ കാണിയതാ, അതുകൊണ്ട് അവൻ പോയി. സാർ അവിടുന്ന് പോയി. അങ്ങനെ ഹീറോയെ ഫോളോ ചെയ്തു. ഹീറോയെ സംസാരിക്കുന്നത് മനസ്സിലായി. ഹീറോയെ ഉള്ള പ്ലേസ് അറിഞ്ഞു. അങ്ങനെ ജങ്കുക്കിൻ്റെ അടുത്തോണ്ട് സാർ എന്താ ജങ്കുക്കിനെ ഇട്ടിട്ട് എന്താണ് എനിക്ക് ഡ്രീം കാണാൻ പറ്റില്ല. ഇവനൊരു ടോർച്ച്. ജങ്കുക്ക് ടെൻഷനായിരുന്നു. എന്താ പറഞ്ഞു? സാർ സിംഗിളാണ് സാർ. അവളുടെ പേര് സസ. അത് മാത്രമല്ല ഇങ്ങനെ നടന്ന കാര്യം പറഞ്ഞു. സാർ അവിടെ ഒരു ചെക്കനില്ല സാർ. അത് വൺ സൈഡ് ലവ് ചെയ്യാം. അങ്ങനെ ടോർച്ചർ ശരിയാ ചെയ്യുന്നു എന്നെ ജങ്കുക്കരോട് പറഞ്ഞാണ്. ഓഹോ അങ്ങനെയാണോ? ജങ്കുക്ക് ഓർക്കാൻ തുടങ്ങിയായിരുന്നു. ഇത് ശരിയാവില്ലല്ലോ എന്ന് ജങ്കുക്ക്